الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അർഹമുർ-റഹീമായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അവൻ നമുക്ക് അനുവദിച്ചു തന്ന ആയുസ്സിൻ്റെ ഭാഗം, ഹിജറ വർഷത്തിലെ ഒരു പുതിയ മാസത്തിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു. മുഹറം മാസം ഏറെ പവിത്രമായ മാസം. വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പദവി എടുത്തു പറഞ്ഞ മാസം. ഖുർആൻ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതിൻ്റെ വിശദീകരണമായിട്ട് ദുൽഹിജ്ജയും ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും പിന്നെ റജബ് മാസവും ഏറെ പ്രധാനമുള്ള ഒരു മാസത്തിൽ, ഒരു ദിവസത്തിൽ നമ്മൾ നിലകൊള്ളും. അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യൻ ലോകത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഉത്ഥാന പതനങ്ങളുടെ വലിയ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചരിത്രം ഒരർത്ഥത്തിൽ പഠനവിധേയമാണ്. ചിന്തകളെ അത് തട്ടി ഉണർത്തുന്നതാണ്. ഇന്നലകളിലെ ഗജവീരന്മാർ, ഇന്നലകളിൽ ഇവിടെ എല്ലാമായിരുന്നവർ ഇന്ന് എവിടെ എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഖിയാമത്ത് നാളാകുമ്പോൾ അല്ലാഹു ഭൂമി കയ്യിലെടുക്കുമെന്ന് ഒരു ഹദീസിലുണ്ട്. എന്നിട്ട് പടച്ചവൻ ചോദിക്കുമത്രേ, എവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ? വളരെ പ്രസക്തമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ, അല്ലാഹു അല്ലാത്തവർ എല്ലാവരും നശിച്ചു പോകുന്നു എന്നാണ്. ആ വായനക്കിടയിൽ മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വാസികൾ വായിക്കുന്നു.
139 സ്ഥലങ്ങളിൽ ഖുർആൻ പരാമർശിക്കുന്ന നാമമാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. 30 സ്ഥലങ്ങളിൽ പരാമർശ വിധേയമാണ്. ചരിത്രം ഒരുപാട് പറഞ്ഞ ഒരു പ്രവാചകൻ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മൂസ അലൈഹിസ്സലാമാണ്. ജീവിതവും ജന്മവും കർമ്മങ്ങളും എല്ലാം അത്ഭുതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഭരണകൂടത്തിൻ്റെ ഭീകരത എന്ത് എന്ന് ഇന്ന് മാത്രമല്ല, അതൊരു ചരിത്രമാണ്. ഫറോവാന്റെ ഭരണം അതിഭീകരമാണ്. ആരോ പറഞ്ഞു, ഇസ്രായേലി മക്കളിൽ ജനിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടി കാരണം നിങ്ങളുടെ അധികാരത്തിന് ഭ്രഷ്ടം സംഭവിക്കും. അത് അദ്ദേഹത്തിന് ഭയം തോന്നി. പിന്നെ തിരഞ്ഞുപിടിച്ച കൊലപാതകങ്ങളായിരുന്നു. പ്രസവിച്ചു പോണ കുഞ്ഞുങ്ങൾ, അവരുടെ ഉമ്മമാരുടെ മാർവിടത്തിൽ ഒട്ടിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മിഞ്ഞ നുകരുന്ന കുഞ്ഞുങ്ങൾ, ഒരുപാട് സ്വപ്നം കാണുന്ന മക്കൾ, മാതാപിതാക്കൾ. ആ മാതാവിൻ്റെ മാറിടത്തിൽ നിന്ന് ആ പിഞ്ചു കുഞ്ഞിനെടുത്തിട്ട് ലിംഗനിർണയം ഉറപ്പിച്ചിട്ട്, അത് പെണ്ണാണെങ്കിൽ കൊല്ലൂല, ആണാണെങ്കിൽ കൊന്നുകളയും. അതും ഇസ്രായേലി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അത് ഇത് അധികാരത്തിന് പ്രശ്നമാണ്, തകരാറാണ്. അധികാരം ഏത് കാലത്തും മനുഷ്യരങ്ങനെയാണ്. പറയുന്നവനെ മൗനിയാക്കും. പറയാൻ ഒരാളെയും അനുവദിച്ചു കൊള്ളണമെന്നില്ല. ഭീകരമായ ഒരു മൗനത്തിൻ്റെ വാൽമീകത്തിലേക്ക് ശബ്ദിക്കുന്നവനെ മുഴുവൻ കൊണ്ടുപോകുന്നതാണ് ഏകാധിപത്യത്തിൻ്റെ പരിണിത ഫലങ്ങളെന്ന് കാലത്തിൻ്റെ വായനയിലൂടെ ചരിത്രത്തിൻ്റെ മുറ്റത്ത് കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ ജനങ്ങൾ വളരെ പ്രയാസം അനുഭവിച്ചവരായിരുന്നു. പാവം ഇസ്രായേലി മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടവരായിരുന്നു. ഫറോവാക്ക് പിന്തുണ നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയായ ഹാമാനായിരുന്നു. അവർക്കതിലേറെ പിന്തുണ നൽകിയിരുന്ന അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഖാറൂനായിരുന്നു. ആ സമ്പന്നന്റെ ചൊൽപ്പടിക്കനുസൃതമായിട്ട് ഭരണചക്രം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലം, അന്ന് കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുന്ന കാലം. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വഹിദനജൈനാക്കും, ഇസ്രായേലി മക്കളെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. മിനാലി ഫിർഔൻ, ഫിർഔൻ കുടുംബത്തിൽ നിന്ന്. യസൂമൂനക്കും സൂഅൽ അദാബ്, അങ്ങേയറ്റത്തെ വേദന അവൻ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു തന്നിരുന്നു. അവർ നിങ്ങൾക്ക് യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അറുത്തു കൊല്ലുമായിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം, നിങ്ങൾക്ക് അതിൽ വ്യക്തമായ ഒരു പരീക്ഷണമാണ്. വഫീ ദാലികും ബലാഅ്, അത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. മിർ റബ്ബികും അളീം, ഉന്നതനായ നിങ്ങളെ രക്ഷിതാവിങ്കൽ നിന്നുള്ള. സൂറത്ത് ബഖറയിൽ ആ ഭാഗം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു തീരുമാനിച്ചാൽ അതൊരു തീരുമാനമാണ്. ഇസ്രായേലി വിഭാഗത്തൊന്നും ഒരു കുട്ടി ജനിക്കൂല, ആൺകുട്ടി. പക്ഷെ അതിനിടയിലാണ് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നത്. അതും കുട്ടിയോട് പറയുന്നുണ്ട്, ആ ഉമ്മയോട് പറയുന്നുണ്ട്, നീ കുട്ടിയെ കടലിലെറിയണം. പക്ഷെ വിശ്വാസത്തിന്റെ കരുത്തല്ലാതെ വേറൊന്നുമില്ല. കുട്ടിയെ കടലിലിട്ടു. അതങ്ങനെ ഒഴുകിപ്പോയി. അത് ഫറോവാന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ആ കുഞ്ഞ് വളരുന്നു. ആരെ കൊല്ലുവാനാണോ ഒരുപാട് ആയിരക്കണക്കിന് മക്കളെ കൊന്നത്, അതേ കുട്ടി കൊട്ടാരത്തിൽ വളരുകയാണ്. ആ കുട്ടി ഇസ്രായേലി വർഗത്തിലുള്ള കുഞ്ഞാണെന്ന് മൂസാക്കും മൂസാ നബിയാണെന്ന് ഫറോവാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ വളരുന്ന ഒരു മഹാ അത്ഭുതം. അല്ലാഹ് ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അങ്ങനെയാണ്. യൂസുഫ് നബി എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് അവർ കിണറിൽ വലിച്ചെറിഞ്ഞത്. പക്ഷെ അത് ഒരു നിമിത്തമായി ഈജിപ്ത് നാട്ടിലേക്ക് യൂസുഫ് അവിടുത്തെ അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് കടന്നു പോകാൻ. കാരണം അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതേതോ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നാലും ഇതൊരു പാഠമാണ്.
ഹൽ അതാക ഹദീസു മൂസ, നബിയേ നിങ്ങൾക്ക് മൂസായുടെ വർത്തമാനം വന്നുവോ? മക്കായിലെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും കൊടുമ്പിരിക്കൊള്ളുന്ന നേരം, ആളുകൾ തലക്ക് പോലും വില പറയുന്ന നേരം, ഹിജറ എന്ന് പറയുന്നത് അതിൻ്റെ പരിണിതി ഫലമാണ്. ജന്മനാട്ടിൽ നിന്ന് 53 വയസ്സ് തികയുമ്പോ ഈ നബി നടന്നകലുകയാണ്. ഇരുട്ടിന്റെ മറവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. അപ്പോഴും തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാട് അതെന്റെ സ്വന്തം നാടാ, എൻ്റെ മക്ക. ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പടിയിറങ്ങിപ്പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസത്തിന്റെ തെളിനീര് അള്ളാഹു കോരിക്കൊടുക്കുകയാണ്. ഇത് ചരിത്രമാണ്. മുന്നെയും ഇങ്ങനെ തന്നെയാണ്. നന്മ പറയുന്നവന് പ്രയാസമാണ്, അവന് വിഷമങ്ങളും പ്രതിസന്ധികളുമാണ്. മൂസായുടെ വർത്തമാനം നിനക്ക് വന്നുവോ? ഇതിനാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞത്, നീ ഫറോവാന്റെ അടുത്തേക്ക് പോകണം. ആ താഴ്വാരം അത്ഭുതമാണ്. അത് തിരിച്ചു വരുന്ന നേരമാണ്. ഷുഐബ് നബിയുടെ മദിയൻ നാട്ടിൽ നിന്ന് മൂസ തിരിച്ചു വരുന്നു. വളർന്നപ്പോ മൂസായുടെ യൗവനത്തിൽ പറ്റിയ കയ്യബദ്ധത്താൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അത് മൂസയാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് മൂസ നാട് വിട്ടു പോയതാണ്. ഒന്നുമില്ലാതെ എത്തിപ്പെട്ട മദിയൻ മൂസായുടെ കുടുംബമായി മാറി, മക്കളായി മാറി. അവിടെ ഷുഐബ് നബിയുടെ മകളുടെ പ്രിയങ്കരനായ ഭർത്താവായി മൂസ മാറി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മഹർ കൊടുക്കാൻ ഒരു തരിഫ് ഇല്ലാത്തത് കൊണ്ട് തന്റെ ശരീരത്തിന്റെ തന്റെ ജോലി തന്നെ വാഗ്ദാനം ചെയ്തു. അങ്ങനെ 8 വർഷം ആടുമേക്കുക എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഷുഐബ് നബിയുടെ മകളെ വിവാഹം നടത്തി. അങ്ങനെ തിരിച്ചു പോരുന്നു. അവിടെ തുവാ താഴ്വരയിൽ നിന്ന് വിളിയാളം വരികയാണ്, പോകണം മൂസാ, ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫറോവാന്റെ അടുത്തേക്ക് പോകണം. ഇന്നഹു തഗാ, അവൻ അതിക്രമം കാണിച്ചിട്ടുണ്ട്, അവൻ അക്രമം കാണിച്ചിട്ടുണ്ട്. ഫഖുൽ, എന്നിട്ട് നീ അവനോട് പോയി പറയണം, ഹല്ലക ഇലാ തസക്കാ, നീ പരിശുദ്ധി പ്രാപിക്കാൻ ഒരുക്കമാണോ? നിനക്ക് മനസാന്തരം വരാൻ നിനക്ക് സമ്മതമാണോ? നീ അതിന് സന്നദ്ധനാണോ? നീ അതിന് തയ്യാറാണോ? ചോദിക്കാം. എഴുതി തള്ളിയിട്ടില്ല, നന്നാകണി നന്നാവട്ടെ എന്നാണ്. ഫറോവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസായോടും ഹാറൂനോടും ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്. പ്രബോധനം എത്ര മൃദുലവും എത്ര മാന്യവുമാണെന്ന പാഠമാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, മാന്യമായിട്ട് വളരെ മൃദുവായിട്ട് അവനോട് നീ സംസാരിക്കുക. അവന്റെ ഭാഷ അരോചകമാണ്, അവന്റെ ഭാഷ ക്രൂരമാണ്, അവന്റെ പെരുമാറ്റം ധിക്കാരമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല. നിങ്ങൾ വളരെ മൃദുലമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവനോട് പെരുമാറണം. അങ്ങനെ 2 പേര് പോകുന്നത്. ഉള്ളിൽ ഭയമുണ്ടായിരുന്നു മൂസാക്ക്. ഖുർആൻ എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്, റബ്ബിശ്റഹ് ലീ സദ്രി, എൻ്റെ ഹൃദയത്തിന് വിശാലത തരണം റബ്ബേ. സ്ഥൈര്യം താങ്ങാനുള്ള കരുത്ത്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആൻ പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക, നബിയേ നിങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലത തന്നില്ലയോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തരണമെന്ന് മൂസ പറയുന്നു. എൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റണം, എനിക്ക് വാചാലമായി പറയാനാകണം, എനിക്ക് സഹായിയായിട്ട് ഹാറൂനിനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരിക. വനാദാ ഫിർഔൻ ഫീ ഖൗമി, അയാളുടെ അഹങ്കാര ഖുർആൻ പറയുന്നത്. ജനങ്ങളെ വിളിച്ച് പറഞ്ഞൊരു വാക്കാണ്, യാ ഖൗം, ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ർ,
ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലയോ? ഞാനല്ലേ ഇവിടുത്തെ അധികാരി. വഹാദിഹിൽ അൻഹാർ, ഈ പുഴകൾ, തജ്രീ മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന ഈ പുഴകൾ, അതും എന്റേതല്ലയോ? സൂറത്ത് സുഖ്റഫിൽ അയാളുടെ അഹങ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ എന്റേതാണ്. പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് വരെ പറഞ്ഞു പോയി. ഞാൻ വലിയ റബ്ബാണ്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. അവസാനം മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു അന്നത്തെ കാലത്തെ ആഭിചാരം നടക്കുന്ന കാലം ഏറ്റവും വലിയ മൊഴിസത്ത് കൊടുത്തു. ആ മൊഴിസത്തിന്റെ ഭാഗമായിട്ട് മൂസ അവിടുത്തെ ആഭിചാരകാരന്മാരോട് മത്സരം നടത്തി. അവിടുത്തെ ഏറ്റവും കൂടുതൽ ആഭിചാര വിദ്യ അറിയുന്ന ആളുകൾ അവരാ മൂസയോട് മത്സരിച്ചത്. മൂസ അത്ഭുതകരമായിട്ട് അതിൽ വിജയിച്ചു. ദീർഘമായിട്ട് ഖുർആൻ അതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അവസാന ഒരു ഭാഗമുണ്ട്. ആ ആഭിചാരകന്മാർ ഫറോവാനോട് ചോദിക്കുന്നുണ്ട്, മൂസ എന്തായാലും ഞങ്ങൾ തോൽപ്പിക്കും, ഉറപ്പാ, കാരണം അത്ര ഈ വിദ്യ അറിയുന്നവരാ ഞങ്ങൾ. തോൽപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം? അപ്പൊ പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വാക്കാ, നിങ്ങൾക്ക് എൻ്റെ സാമീപ്യമുണ്ട്. അതാണ് ഒരു അധികാരത്തിൻ്റെ പവർ. നിങ്ങൾക്ക് എൻ്റെ സാമീപ്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഞാൻ തരുന്നല്ല വാക്ക്, എൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ കൂടെ നിങ്ങൾക്ക് വരാൻ കഴിയും. എൻ്റെ കൂടെ ഇരിക്കാനും എൻ്റെ കൂടെ നടക്കാനും നിങ്ങൾക്ക് കഴിയും. അതാ സാമീപ്യം. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ അവർ മൂസയെ പരാജയപ്പെടുത്താൻ നോക്കി, പക്ഷെ തോറ്റുപോയി. തോറ്റപ്പോഴാണ് അവർക്ക് ബോധ്യമായത് മൂസയുടെ ജാലവിദ്യയല്ല, മൂസയുടേത് ഇലാഹിയായ മുഅ്ജിസത്തല്ലാതെ മറ്റൊന്നുമല്ല. അവർ പഠിച്ചിടത്തൊന്നും മൂസ ചെയ്ത വിദ്യ കാണാനില്ല. ആഭിചാരകന്മാർ മുഴുവൻ സുജൂദിൽ വീണു. അള്ളാഹ്ക്ക് സുജൂദിലാ വീണത്, ഫിറൗനല്ല. അവര് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ട് അവിടെ, ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബി മൂസ വ ഹാറൂൻ, മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു. ആലോചിക്കണം നമ്മൾ ആ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു മനുഷ്യൻ നന്നാകുന്ന ഒരു പോയിന്റ്, ഒരു ജനതയുടെ മാറ്റത്തിന്റെ ഒരു അവസ്ഥ എത്ര പെട്ടെന്നാണെന്നറിയോ മാറിയപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്. ആ മാറ്റം കണ്ടപ്പോൾ ഫറോ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ ഞാൻ ചിത്രവധം നടത്തും, കയ്യും കാലും മാറി വെട്ടും, നിങ്ങളെ കുരിശിൽ നാട്ടും. ഭീഷണി ഒരുപാടുണ്ടായിരുന്നു. ഒരു സമ്മതം പോലും എന്നോട് ചോദിക്കാതെ നിങ്ങൾ മൂസയുടെ കൂടെ കൂടിയോ? വിശ്വാസത്തിന് പോലും, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് പോലും അധികാരത്തിന്റെ മുഷ്ട് കൊണ്ട് കൂച്ചുബലം കെട്ട ക്രൂരനായ ഫറോവാൻ ചോദിച്ചു, ആമൻതും ഖബല അൻ ആദന ലക്കും, നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചുവല്ലേ, നിങ്ങളെ ഞാൻ ഇന്ന മാര്യമൊക്കെ ചെയ്യും. ആ നേരത്തെ അവർ പറയുന്ന ചില വാക്കുകൾ അത്ഭുതമാണ്. ഖാലൂ ലാ ളൈർ, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, കാരണം ഈ ജീവിതം ഇവിടെ തീരുന്ന് ഞങ്ങൾക്കറിയാം. അനന്തമായൊരു പരലോകം മതി ഞങ്ങൾക്ക്. ആരാ പറഞ്ഞത്? ഇന്നലെ വരെ ആഭിചാരം നടത്തി ശിർക്ക് നടത്തിയ മനുഷ്യന്മാർ ഇന്ന് മൂസായുടെ ഈ ഒരൊറ്റ ഈ മുഅ്ജിസത്തിന്റെ പ്രഭവം കണ്ടിട്ട് ഈമാനുള്ളിലേക്ക് കയറിയതാണ്. എന്തൊരു ധൈര്യത്തിലാണ് ആ പറയുന്നത് അറിയും. എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് ഫഖ്ലിമാ അൻത ഖാദ്, ഇവിടെയല്ലേ എൻ്റെ വിധിയുള്ളൂ, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, അവിടെ നീ ഒന്നുമല്ല. ക്രൂരമായ കൊലപാതകങ്ങൾ അവർക്കെതിരെ മൂസ നടത്തുന്നുണ്ട്, ഫിറൗൻ നടത്തുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യമാണത്. വിശ്വാസിക്കല്ലാതെ അങ്ങനെ പറയാനും ആകില്ലല്ലോ. 12:40-50 വരെ അവിശ്വാസത്തിലാണെങ്കിൽ 51-ാമത്തെ മിനിറ്റിൽ വിശ്വാസത്തിൽ വരിക. ഒറ്റ മിനിറ്റ്, അതിലുള്ള മാറ്റങ്ങൾ അതൊരു ചെറിയ സംഭവമല്ല. ഖുർആൻ അതിങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട്. അവസാനം മൂസ തന്നിൽ വിശ്വസിച്ച തൻ്റെ പ്രിയപ്പെട്ടവരോട് ധൈര്യം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, യാ ഖാല മൂസാ ലി ഖൗമിഹി
ഇസ്തഈനൂ ബില്ലാഹ്, അള്ളാഹിനോട് സഹായം തേടിക്കോളി. അധികാരം നമ്മളെ കൊന്നു തള്ളുകയാണ്, അതിൻ്റെ ധ്വംസനങ്ങൾ നമുക്ക് നേരെ നീണ്ടുവരികയാണ്. അതുകൊണ്ട് റബ്ബിനോട് സഹായം തേടൂ. വസ്ബിറൂ, ക്ഷമിക്കണം. ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമി അല്ലാഹുവിൻ്റെതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് അനന്തരമായി കൊടുക്കും. കാരണം അടുത്തൊരു ഒരു ചരിത്രം പറയുന്നത് മൂസ അവിടുത്തെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. ഇസ്രായേലിർക്ക് നാടിന്റെ അധികാരം കിട്ടുകയാണ്. ഫറോവാനെയും കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ച് തള്ളുകയാണ് ചെങ്കടലിൽ. ഖുർആൻ അതിങ്ങനെ പറയും, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അത് വിശ്വാസികൾക്കുള്ളതാണ്. ഫറോവയുടെ പതനം അത് വലിയ പാഠമാണ്, വിശ്വാസികൾക്ക് അത് ഏറെ പാഠമാണ്. ഓടുന്നൊരു നേരണ്ട്, നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അവസാനം രക്ഷപ്പെടുകയാണ്. എല്ലാവരോടും പറഞ്ഞു, മൂസ ഇന്നത്തെ രാത്രി നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ എല്ലാവരും ഓടി നദിയുടെ അവിടെ എത്തി. അപ്പോഴേക്ക് ഫറോവാന്റെ ആളുകൾ വിവരമറിഞ്ഞു. അവരും പുറകിലോടി. ഇവരെ പിടിക്കാനുള്ള ഓട്ടം. നദിയുടെ മുന്നിലെത്തി. മുന്നിൽ നദി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ആയുധമേന്തിയ പട്ടാളം. ഇത് രണ്ടും കൂടി കണ്ടപ്പോ മനുഷ്യനെ പതറിപ്പോവുകയാണിത്. അവർ പറയുന്നൊരു വാക്കുണ്ട്, യാ മൂസ ഇന്നാ ലമുദറകൂൻ, അവര് നമ്മളെ കണ്ടു കഴിഞ്ഞു. മൂസ വരാൻ പറഞ്ഞു വന്നതായി രാത്രി. പക്ഷെ പുറകില് ഈ ആയുധം എടുത്തിട്ട് വാളെടുത്തിട്ട് വരെ കൊല്ലാൻ വേണ്ടി ഓടി വരിക. മുന്നിൽ വിശാലമായ നദി, പിന്നിൽ അതാണ് ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് പ്രയോഗം തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആ ഭാഷയിൽ കടന്നു വന്നത്. മുന്നിൽ കടൽ, പുറകിൽ ചെകുത്താൻ, ഇങ്ങോട്ട് പോകും. പക്ഷെ മൂസ ധൈര്യം സംഭരിച്ച് പറയുന്നൊരു വാക്കുണ്ട്, അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, നിങ്ങളെ പിടിക്കൂല. ഇന്ന റബ്ബി ഇന്ന മഴി റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ വഴി കാണിച്ചു തരും. ധൈര്യം കൊടുത്തു. അങ്ങനെ അവരാ വഴിയിലൂടെ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. കടലിലടിക്കാൻ പറഞ്ഞു. കടലിലടിച്ചു. കടല് വഴിയുണ്ടായി. മൂസായും കൂട്ടരും രക്ഷപ്പെട്ടു. ഫറോവാനും സംഘവും ആ വഴിയിൽ ഇറങ്ങി. അവരെ അത് അല്ലാഹു കൂട്ടിമുട്ടിച്ച് നശിപ്പിച്ചു. പിന്നെ അവിടെ മുങ്ങി നശിക്കുക. എന്തെല്ലാം ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയും. വല്ലാത്തൊരു പാഠം. അന്ത്യസമയം എന്ന് പറയുന്നത് ഇത്രമേൽ അയാൾ ദുർബലനാകുന്ന ലോകം കരുതിയിട്ടില്ല. അധികാരത്തിന്റെ ധൈര്യവും സമ്പത്തിന്റെ മഹിമയൊക്കെ ആയിട്ട് ഉന്നതനും മഹാനുമായി സ്വയം അഭിനയിച്ചൊരു മനുഷ്യൻ ഇപ്പൊ നദിയിലിങ്ങനെ താന്ന് പോകുമ്പോ പറയുന്ന കുറെ വാക്കുകൾ ഖുർആൻ പറയുന്നുണ്ട്. ആമന്തു ബിറബ്ബി മൂസ, ആമന്തു ബിറബ്ബി ബനി ഇസ്രായീൽ, ആമന്തു ബിറബ്ബിൽ ആലമീൻ. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ, കടലിൽ ഇസ്രായേലി മക്കളെ നാം രക്ഷപ്പെടുത്തി. ഫഅത്ബഅഹും ഫിർഔൻ, ഫിർഔൻ അവരെ പിന്തുടർന്നു. വജുനൂദുഹു, അവന്റെ സൈന്യവും. ബഗ്യൻ വഅദ്വൻ, ശത്രുത കൊണ്ടും ധിക്കാരം കൊണ്ടും. നാട്ട് വിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നേലും വിചാരിച്ചൂടെ? അതുമില്ല. സ്വസ്ഥമായിട്ട് പോകാൻ പോലും അനുവദിക്കൂല. ഇസ്ലാമിന്റെ ഹിജ്റയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, പാവങ്ങളായ സഹാബിമാര് നാടുവിടുമ്പോ അവരുടെ കയ്യിലുള്ളത് മുഴുവൻ എടുത്തു വാങ്ങുന്ന, ഉടുവസ്ത്രം പോലും അവർ അഴിച്ചു വെക്കാൻ ആവശ്യപ്പെടും എന്നൊക്കെ കാണാം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അങ്ങനെ പോവുക. ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കോട്ടെ, അതുമില്ല. അവസാനം അയാൾ മുങ്ങി നശിക്കാൻ തുടങ്ങി. ഫറോവ തന്നെ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേലിൽ വിശ്വസിച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. മൂസായോട് ഒരിക്കൽ അയാൾ പറഞ്ഞതാ, ഞങ്ങൾ എൻ്റെ കൂടെ കൂടണമെങ്കിൽ ഇസ്രായേലിയരോട് മാറ്റും, ഞങ്ങളെ വലിയ 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 ആൾക്കാരാണ് ഞങ്ങൾ ഇവരുണ്ടാകുമ്പോൾ ശരിയാവില്ല, ഇവരെ മാറ്റിയാൽ ഞങ്ങൾ എൻ്റെ കൂടെ കൂടാ. പക്ഷെ മൂസാ നബിക്ക് അത് കഴിയുമായിരുന്നില്ല. അർസലല്ലാഹു മൂസാ ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേലി മക്കളെ സമുദ്ധരിക്കാൻ
അവർക്ക് തൗഹീദ് കൊടുക്കാൻ, അവർക്ക് നന്മ നൽകാൻ, പീഡിതരായ ആ സമൂഹത്തിന് ആശ്വാസം പകരാൻ അള്ളാഹ് അയച്ച മനുഷ്യന്റെ പേരായിരുന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ മൂസാ നബി അത് പറയാൻ കഴിയില്ല. ഇപ്പൊ അതേ വാക്കെടുത്താ പറഞ്ഞത്, ഞാൻ ഇസ്രായേലിന്റെ റബ്ബിലും വിശ്വസിച്ചു. ആമൻതു ബിറബ്ബി ബനി ഇസ്രായേൽ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ ഇസ്രായേൽ അന മിനൽ മുസ്ലിമീൻ. യൂനുസ് സൂറത്തിലെ 90-ാമത്തെ ആയത്ത്. ഞാൻ അനുസരിക്കുന്നവനാവും, ഞാൻ അള്ളാഹനെ അനുസരിക്കും. മരിക്കണ നേരത്തെ പറഞ്ഞ വാക്കാണത്. അതുകൊണ്ടാണ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് മാത്രമേ മനുഷ്യന്റെ തൗബ സ്വീകരിക്കുള്ളൂ എന്ന് നിയമം വരിക. കാരണം മരിക്കണ നേരത്തെ എല്ലാവരും ഉള്ളു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും, ഒറ്റപ്പെടുന്നു എന്ന് ബോധ്യം ഉണ്ടാവും. ഇനി ഞാൻ ഒറ്റക്കാണെന്ന് ആർക്കും തോന്നും, അവിടെ മനുഷ്യൻ പതറിപ്പോവും. അതുകൊണ്ട് അത് വലിയ ഗുണപാഠമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.